വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. അക്ഷയ് സോനു ഇന്ന് ചെയ്യാൻ പോകുന്ന എന്താണ് ആക്ട് ആണ്? ഈ ഒരു ഡ്രസ്സ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും പെർഫോമൻസ് ആണോ? ബോൺ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ ആക്ട് തന്നെയാണ് ഞാൻ മുമ്പ് ചെയ്തത്. അത് ഈ സ്പൈഡർമാന്റെ ഒരു കോൺസെപ്റ്റിൽ ചെയ്ത്. സ്പൈഡർമാൻ ആക്ഷൻ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് മറയുന്നതും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ സ്പൈഡർമാൻ 8 കാലിന്റെ അതേ മൂവ്മെന്റ്സും അതേ എന്താ പറയുക ലുക്കും ഒക്കെ ആയിട്ട് ഫ്ലെക്സിബിലിറ്റിയും കൂടി യൂസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുന്നത്. അതായത് ഇംഗ്ലീഷ് മൂവിയിൽ നമ്മൾ കണ്ടിട്ടുള്ള സ്പൈഡർമാൻ നമുക്ക് നാട്ടിലുണ്ടെന്നുള്ളത് നമ്മൾ കാണാൻ പോവാണ്. ശരി, അപ്പൊ നമുക്ക് കാണാം. അക്ഷയ്, എന്തോ ഈ ഗൂസ്ബംസ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഞാൻ സാധാരണ തണുക്കുമ്പോഴാണ് എനിക്ക് വരുന്നത്, പക്ഷെ അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ഇപ്പൊ ഈ പെർഫോമൻസ് കണ്ടിട്ടാണ്. താങ്ക് യു. ഇതിനൊക്കെ എന്നതാ പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ആദ്യത്തെ ആ ഒരു സ്പൈഡറിന്റെ ഒരു വരവുണ്ടല്ലോ, ദാറ്റ് വാസ് സോ ക്രീപ്പി. താങ്ക് യു. ഇതെങ്ങനെ ഇങ്ങനെ ഫ്ലെക്സിബിലിറ്റി ഇങ്ങനെ പ്രാക്ടീസ് ആണ്? ഓഫ് കോഴ്സ് വി നോ ഇറ്റ്, ബട്ട് എത്ര വർഷത്തെ പ്രാക്ടീസ് അത്? ആക്ച്വലി ഞാൻ കരാട്ടേന്റെ മാഷാണ്. ഓക്കെ, 10-13 വർഷമായി ഇപ്പോ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്നു. ഈ കാണിച്ച ഒരു ആക്ടിന് നമ്മൾ എന്തെങ്കിലും പേര് പറയും? ബിക്കോസ് മാർഷൽ ആർട്സ് അറിയാം അല്ലെങ്കിൽ യോഗ അറിയാം, പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ ആക്ടിന് എന്നാ നമ്മൾ പറയാ? ആക്ച്വലി ഇത് ജിംനാസ്റ്റിക് യോഗ ഇതൊക്കെ പെട്ടൊരു സംഭവമാണ്. ഞാൻ ഈ ഒരു ആർട്ടിന് ഇട്ട പേര് ബോൺ ബ്രേക്കിംഗ് എന്നാണ്. ബോൺ ബ്രേക്കിംഗ് എന്നാണ്. ഓക്കെ, നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് ഇക്ക. ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഒന്നും തിന്നാറില്ലേ? എന്താ കഴിക്കണ കാലത്ത് ആ മെനു എന്ന് പറഞ്ഞേ? അങ്ങനെയൊന്നുമില്ല, ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാം കഴിക്കും. അല്ലാണ്ട് മറ്റേ ഡയറ്റിങ് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. കാരണം എനിക്ക് ഫ്ലെക്സിബിലിറ്റിയും പിന്നെ കരാത്തെ രണ്ടും ഉണ്ടല്ലോ. അപ്പോൾ ഫുഡൊക്കെ നല്ലോണം കഴിക്കണം. അതിനനുസരിച്ച് പ്രാക്ടീസും ഉണ്ട്. ഇത് എല്ലുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇത് എക്സ്റേ എടുത്ത് കഴിഞ്ഞാണെങ്കിൽ കംപ്ലീറ്റ് എനിക്ക് എക്സ്റേ എടുത്ത് നോക്കിയിട്ടുണ്ടോ? ചെറുപ്പത്തിൽ അല്ല, വെറുതെ എടുത്ത് നോക്കുക എപ്പോഴെങ്കിലും ഒന്ന്. എക്സ്റേ കൈയുടെ കാലിന്റെ എന്തെങ്കിലും എന്താ പറയുക, ചിലപ്പോൾ റബ്ബറായിരിക്കും, പറയാൻ പറ്റൂല അല്ലേ, എല്ലുണ്ടാവില്ല.
നമുക്ക് ഇങ്ങനെ ഒരു പെർഫോമൻസ് കൂടെ കാണാൻ പറ്റിയെന്നുള്ള വലിയ ഭാഗ്യമാണ്. അതെ. ഇപ്പം യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ അല്ലെങ്കിൽ ഡിസ്നി വേൾഡിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു ഏരിയയിൽ ഇതുപോലത്തെ മ്യൂസിക്, ഈ മ്യൂസിക് ഇപ്പോൾ പ്ലേ ചെയ്ത മ്യൂസിക് ആയിരിക്കും അതിൻ്റെ ടോട്ടൽ ആംബിയൻസിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ക്യാബിനിലേക്ക് അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഫുൾ ഫോറിനേഴ്സിന്റെ മുമ്പിൽ ഇതുപോലൊരു പെർഫോമൻസ് ആയിട്ട് ഒരാൾ വന്നാൽ അവരൊക്കെ എഴുന്നേറ്റ് നിന്ന് ക്ലാപ്സും അയാൾ എങ്കയോ പോച്ച് എന്ന് പറയുന്ന അവസ്ഥയിൽ നിൽക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ സിനിമയിലൊക്കെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറയാറുണ്ട്, എന്നെയൊക്കെ പറയാറുണ്ടെന്ന് തോന്നുന്നു. ഇതെന്തൊരു ഫ്ലെക്സിബിൾ ആണ്. അതെ, കേരളത്തിന്റെ സ്പൈഡർമാൻ അല്ലേ? ഞാൻ കൂടി 2 കരാട്ടെ സ്റ്റെപ്പ് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ കരാത്തയിലുള്ളത് 2 ഫിംഗർ പുഷപ്പ്, ഒരു കൈയിന്റെ മേൽ 2 ഫിംഗേഴ്സ് കൊണ്ട് മാത്രം പുഷപ്പോ? അതിനാണോ റെക്കോർഡ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? അല്ല, അതിന് റെക്കോർഡിന് അപ്ലൈ ചെയ്യാൻ നിൽക്കുകയാണ്. അത് ഗിന്നസ് വേൾഡ് റെക്കോർഡിനാണോ? ഗിന്നസ്. ഓൾ ദി ബെസ്റ്റ് ആളിയാ, നിനക്കത് കിട്ടണം കേട്ടോ. നമുക്ക് എന്തായാലും അത് കാണാതെ റെക്കോർഡ് കിട്ടിയത് എന്തിനാണ്? റെക്കോർഡ് കിട്ടിയ ഫ്ലെക്സിബിലിറ്റിയിലാണ്. അത് ഞാൻ കാണിച്ചു തരാം കറക്റ്റ് ആയിട്ടൊരു. Your time starts now. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, മതി മോനെ. 12, മതി 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 13. നമ്മളപ്പോ അവിടെ നോക്കിയ സെക്കൻഡ്സിൽ എനിക്ക് തോന്നുന്നു 10 സെക്കൻഡിലാണോ 11 സെക്കൻഡിലാണോ? 11 സെക്കൻഡില് 13 എണ്ണം. പിഷാരടി കൊണ്ട് കൂട്ടുകാർ പഠിക്കുന്ന ടൈമിന് കൂട്ടുകാരുടെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടി സ്ട്രെച്ച് ചെയ്തു. 12 ജിഷൻ എടുക്കേണ്ടി വന്നു തോടെ വരെ. പിന്നെ പിടിച്ചെഴുന്നേപ്പിക്കുമായിരുന്നു. കരാട്ടയിൽ ഏതാണ്? അലൻ തെലുങ്ക് ഷിറ്റോറിയോ ഷോട്ടോക്കൻ കരാട്ടെ. നിനക്ക് എന്തൊക്കെ ഇതൊക്കെ പക്രുചേട്ടനും കൂടെ പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധർമ്മചേട്ടനെ ഇവിടെ വിളിച്ചിട്ട്, അല്ലല്ല എന്റെ ഒരു ആഗ്രഹമുണ്ട്, ധർമ്മചേട്ടനെ ഇവിടെ നമുക്ക് ഇനി പറഞ്ഞു. ഇല്ല, ആധികാരികമായിട്ട് കരാട്ടെ കുറിച്ച് സംസാരിച്ചു. അതെ, അതുകൊണ്ട് ഇനി ഒന്നും പറഞ്ഞു. ഞാൻ അവരോടൊക്കെ ബോർഡ് വായിച്ചിട്ടുള്ള പരിചയം മാത്രമല്ല പറഞ്ഞിട്ട് വായിച്ചിട്ടുള്ള ഒറ്റവെട്ടിന് എത്ര ഇഷ്ടിയെ നീ പൊട്ടിക്കും. എന്തായാലും നമ്മൾ ഈ സ്റ്റേജിൽ വിളിക്കുന്നതായിരിക്കും. പക്രുചേട്ടന്റെ കമന്റിലൂടെ കേട്ടതിന് ശേഷം ധർമ്മചേട്ടൻ ഇവിടെ ഏറ്റുമുട്ടുന്നതായിരിക്കും, ഉറപ്പിച്ചു ഞങ്ങള്. അക്ഷയ് ഗംഭീരം എന്ന് പറഞ്ഞാൽ പോരാ, അതിഗംഭീരൻ. താങ്ക് യു സാർ. അസാധ്യ പെർഫോമൻസ് ആണ്. എനിക്ക് തോന്നുന്നത് നമ്മളിവിടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ സീറ്റിലിരുന്നിട്ട് കുറച്ച് ക്ലാസ് പെർഫോമൻസ് കാണാൻ പറ്റി. അതിനകത്ത് ഒരെണ്ണമാണ് ഇന്ന് കണ്ടത്. താങ്ക് യു. സ്പൈഡർമാന്റെ ഈ ഒരു കോൺസെപ്റ്റ് അക്ഷയ് തന്നെ ചെയ്താണോ? അതെ അതെ. അതിനാണ് നമുക്ക് എണീറ്റ് നിന്നൊരു കൈയടി കൊടുക്കണം ഇക്ക. കാരണം എന്താണെന്നറിയാമോ? ഗുഡ് ജോബ്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ എക്സ്ട്രാ ഓർഡിനറി ടാലൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് പ്രചോദനമാണ് അക്ഷയ്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ആദ്യം തന്നെ ഒരു റെക്കോർഡ്സ് കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്തായാലും ഉറപ്പായിട്ടും കിട്ടും. ഒന്നും ചെയ്യാണ്ട് ഗിന്നസ് അടിച്ചെടുത്ത ആളാണ് പുള്ളി. ഇത്രയൊക്കെ ചെയ്യാക്ക് അല്ലേ? ഒന്നും ചെയ്യാതല്ല, പണിയെടുത്തിട്ടാണ്. പിന്നെ അപേക്ഷിച്ചിട്ടില്ല, അല്ലാതെ കിട്ടിയതാണ്. അതൊരു വലിയ കാര്യമാണ്. പക്രുചേട്ടാ, നമ്മൾ സാധാരണ നമ്മുടെ ഇതിന്റെ ഇടയ്ക്ക് മറ്റേ താര തിരുമറി എന്നൊരു സംഭവം ചെയ്യാറുണ്ടല്ലോ. പുള്ളിക്കാരൻ ഓൾറെഡി തിരിമറിക്കാനാണ്. അല്ല, അതുകൊണ്ട് നമ്മൾ വേറെ പണി കൊടുക്കുന്നുണ്ട്. ധർമ്മൻ ചേട്ടാ, കരാട്ടെ ഇത്രയൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞോണ്ട് ധർമ്മൻ ചേട്ടാ ഇവിടെ വന്നിട്ട് കരാട്ടയുടെ 2 സ്റ്റെപ്പ്. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വരണോ? കാരണം നിന്നെയും കൂടെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കി ഫുൾ റെഡിയാണ്. എനിക്ക് ഉറപ്പാണ് ഒന്നെങ്കിൽ ധർമ്മചേട്ടൻ ഇതിനു മുമ്പ് ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബോർഡ് വായിച്ചിട്ടുള്ള പരിചയം വെച്ച് പറഞ്ഞാൽ ദൈവത്തോർത്ത്. അതായത് ഒരാളെ ഇപ്പൊ നമ്മൾ എല്ലാവരും നോക്കുന്ന ഒരു കാര്യം സെൽഫ് ഡിഫെൻസ് എന്നുള്ള സംഭവമാണ്. അതിപ്പം ആണുങ്ങൾക്കായിക്കോട്ടെ പെണ്ണുങ്ങൾക്കായിക്കോട്ടെ എല്ലാവർക്കും വേണ്ടത്. അപ്പം ഒരാൾ പെട്ടെന്ന് വരികയാണ്, തല്ലാൻ വേണ്ടി വരികയാണ്, എങ്ങനെ നമ്മൾ സെൽഫ് ഡിഫെൻസ് ചെയ്യും? ഞാൻ അക്ഷയ് അതെങ്ങനെ ചെയ്യും? ഓക്കെ, ആദ്യം കരാട്ടക്കാരുടെ ഒരു നമസ്കാരമുണ്ട്.
അവൻ ഫ്ലെക്സിബിളാ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒറ്റ കടി നിൽക്കേ. ഇനി ഇത് എങ്ങനെ പക്കിനിട്ട് കടിക്കി. കൊള്ളാട്ടോ, ധർമ്മചേട്ടൻ സ്ട്രോങ് ആണ്, ഇവിടെ അക്ഷയും സ്ട്രോങ് ആണ്. കൊള്ളാം. അങ്ങനെയൊന്നുമല്ല, അക്ഷയ് എന്നെ ചവിട്ടിക്കൂട്ടി ഇട്ടാനെ അവൻ ഒരു മര്യാദ കാണിച്ചെന്നേ ഉള്ളൂ. സമ്മാനദാന ചടങ്ങിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഒരു കരാട്ടക്കാരൻ മറ്റൊരു കരാട്ടക്കാരന് കൊടുക്കുന്ന സമ്മാനം. ആദ്യത്തേത് ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം, ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന മറ്റൊരു സമ്മാനം.